ഹലോ ഗായ്സ്, നമ്മുടെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രോ പറയുമ്പോൾ അവൻ ഉണ്ടാവും, പക്ഷേ അവൻ ഇന്ന് ഇപ്പോൾ ഇൻട്രോ പറയാനില്ല. അവൻ ഭയങ്കര തിരക്കിട്ട വർക്കിലാണ് ഗൈസ്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നൊരു ലാസ്റ്റ് നമ്മൾ ഇട്ടൊരു വീഡിയോ ഉണ്ട്, നമ്മൾ കൃഷിയിടത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ആണ്. അല്ല, ആ വീഡിയോ തന്നെയാണ്. പക്ഷേ അത് വലിയ വ്യൂസൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ ഇന്നിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ഞളുടെ അന്ന് ബാക്കി പറഞ്ഞിട്ടുണ്ട്, മഞ്ഞൾ കൊത്താനുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഗൈസ്, ഞങ്ങൾ അവർ കൊത്തി തുടങ്ങി 2 കള്ളി കൊത്തിയിട്ടും ഞങ്ങൾ വിചാരിച്ച മഞ്ഞൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സങ്കടം. ഞാൻ ഇവിടെ വന്ന് ഇപ്പം നോക്കുമ്പോൾ തീരെ മഞ്ഞളില്ല ഗൈസ്. ഇതാ ചിഞ്ചുട്ടാ ഇവർ ഭയങ്കര കഥ പറച്ചിലാണ് ഗൈസ്. നമ്മുടെ രാജുഭായി എന്താണ് അവസ്ഥ? നമ്മളെ കൃഷിയിൽ മഞ്ഞൾ എന്താണ്? കൃഷി മഞ്ഞൾ എന്തോ കേട് വന്നു. ഇത് നമ്മളെ അധ്വാനമൊക്കെ നശിച്ച പോലെ കൃഷി പോയതാണ് ഗൈസ്. നിങ്ങൾ കേട്ടില്ലേ ഗൈസ്? കൃഷി ഇതാ മഞ്ഞൾ ഇതാ ഇങ്ങനല്ല ഞങ്ങൾക്ക് മഞ്ഞൾ ഉണ്ടാറ്. മഞ്ഞൾ പറ്റാവതാ ഉണ്ടോ? രാജുഭായി പറയും പോലെ പറ്റാവതാ. ഈ കൊല്ലം മഞ്ഞളില്ലല്ലോ. എന്താണെന്ന് അറിയില്ല, ഇത്രയും അബദ്ധമായിപ്പോയി ഞങ്ങൾ മഞ്ഞൾ. ഇങ്ങനല്ല ഉണ്ടാവുക. ചിലത് കിട്ടുന്നുണ്ട്, നമുക്ക് നോക്കാം. ചിഞ്ചു അങ്ങനെ കൊത്തല്ലേ, നോക്കി കൊത്ത്. ഓനെന്നാര് കൊത്തി ഒന്നാര് പൊടിച്ചാളുന്നുണ്ട്. രാജകുട്ടിയേട്ടൻ കൊത്തും പോലെ കൊത്ത്. വെട്ടിയിട്ട് എന്നാലും അതിൻ്റെ ഒരു ഇത് കാണും. ഇങ്ങോട്ട് നോക്കിയാൽ അതിൻ്റെ പകുതിയൊക്കെ വെട്ടിയിട്ട് എന്തായാലും പൊയ്ങ്ങാളല്ലേ, പൊയ്ങ്ങാണ്ട് തരണ്ടല്ലോ. അത് മഞ്ഞൾ വിത്തിന് വെക്കണോ? അപ്പോൾ അതാണ് ഗൈസ് ഇന്നത്തെ ഒരു ഇതാണ്. നമ്മൾ ചെറിയ വ്ളോഗായിരിക്കും, മഞ്ഞൾ കൊത്തി മഞ്ഞൾ എത്ര ഉണ്ടെന്ന് അറിയുന്ന രീതിയിൽ ഉള്ള വ്ളോഗായിരിക്കും. കാരണം ഗൈസ് നല്ല കൊത്തല്ല കേട്ടോ. ചിഞ്ചൂട്ടൻ നല്ല കൊത്തലാണ്. രാജുഭായി രണ്ട് കള്ളി കൂടി കൊത്തുള്ളൂ. പക്ഷെ ഈ 3-4 കള്ളി കുത്തിയിട്ട് നമുക്ക് കിട്ടിയ മഞ്ഞളിതാ ഗൈസ്, ഇത്രയേ ഉള്ളൂ. വീഡിയോ എടുക്കാണ്ട് ചാക്കൽ ഞാൻ ആക്കിയോളെ. ഒരു പണി എടുക്കായിട്ട് അവർക്ക് അസൂയാണ്. ഇതാണ് നമുക്ക് കിട്ടിയത്. ഫോൺ അവിടെ വെക്കാൻ അത് മതി വീഡിയോ എടുത്തത്. വീഡിയോ നിങ്ങളിലേക്ക് എത്തണ്ട ഗൈസ്. ഇത്രയും വലിയ കള്ളി കുത്തിയിട്ട് നമുക്ക് കിട്ടിയത് കാണിച്ചത് ഗൈസ്. ഇതേ ഉള്ളൂ. എന്ത് സംഭവിച്ചു ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായി. സങ്കടമാകുന്നുണ്ട്, സീരിയസ്ലി സങ്കടമാകുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ മഞ്ഞൾ കിട്ടിയാൽ പോരാ, നല്ലോണം മഞ്ഞൾ കിട്ടണ്ട. പക്ഷേ ഈ കൊല്ലം ഞങ്ങൾക്ക് തീരെ മഞ്ഞൾ കിട്ടിയില്ല, സങ്കടമാകുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കൂ എന്താണ് കാരണം? ഇത് 2-3 ദിവസത്തെ അധ്വാനമൊന്നുമല്ല. കാരണം ഇത് മഞ്ഞൾ നടുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ റെഡിയാക്കണം. ആദ്യം നമ്മൾ ഈ പറമ്പൊന്ന് ക്ലിയർ ആക്കണം, പിന്നെ മഞ്ഞൾ നടണം, നട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം വന്നിട്ട് മണ്ണ് കയറ്റണം, പുല്ല് പറിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് മഞ്ഞളുടെ കാര്യം. എന്നിട്ട് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടിയിട്ട് നമുക്ക് എങ്ങനെ ഒക്കാനാണ്? ഇതൊക്കെയാണ് ഒരുവിധം കർഷകർ ഇതിന് എന്താ പറയുക കൃഷി ചെയ്യാത്തത്. സീരിയസ്ലി നമ്മൾ ചെറുകിട കർഷകർക്ക് അത് പ്രശ്നം വരില്ല. വൻകിട കർഷകർക്ക് നഷ്ടം വരുന്നതും പല പ്രശ്നങ്ങളും വരുന്നത്. നമ്മൾ കൃഷി ചെയ്യുന്നവർക്ക് നിങ്ങൾ വിചാരിക്കും ഇവർക്ക് കൃഷി ചെയ്താൽ മതിയല്ലോ. പക്ഷെ കൃഷി ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ലാഭമല്ല, നമ്മൾ ഇട്ടേൻ്റെ കുറച്ച് വിത്ത് വിതച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ചെങ്കിലും നമുക്ക് ലാഭം കിട്ടിയിട്ടില്ലെങ്കിൽ അതിനുള്ള ഉപകാരം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ഫീലാവും ഗൈസ്. എന്നാൽ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ കൊത്തിയും മെതക്കിയും കണ്ടോ ഈ മണ്ണിൽ നമ്മൾ പണിയെടുക്കുക. പണിയെടുക്കുമ്പോൾ മണ്ണ് നമ്മളെ ചതിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സങ്കടമാവും. മണ്ണ് ചതിച്ചല്ല, നമ്മൾ പ്രകൃതി ചതിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രകൃതി ചതിക്കാനുള്ള കാരണം നമ്മൾ തന്നെ ഈ കാലം തെറ്റി പെയ്യുന്ന മഴയും കാലാവസ്ഥയൊക്കെ നമുക്ക് ഭയങ്കര പണി തരും. പ്രസംഗോ ചാക്കിലാക്ക പ്രസംഗം നടത്തണ്ടെന്നൊക്കെ ഗൈസ്. അല്ല കാര്യം നമ്മൾ സങ്കടം പറയല്ലേ രാജുഭായി അല്ലേ? ഈ ഒരു കർഷകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ സങ്കടം വരൂലേ? ആരോട് അതാ പറയുന്നത്, ആരോട് പറയാ? ഈ കേട്ടിരിക്കുന്നവരോട് നമുക്ക് പറയാം. നമ്മൾ ഇത്രയും കർഷകരാകുമ്പോൾ ജനങ്ങളോടാ പറയുന്നത്. ജനങ്ങളിത് കാണൂ, വീഡിയോ കാണും. ജനങ്ങളോട് നമ്മൾ പറയും നമ്മളെ കഷ്ടപ്പാട്. നമ്മളിത് 3-4 ദിവസത്തെ അധ്വാനമല്ലേ ഇത്.
അതാ പറയുന്നത്. ഇതിൽ നമ്മൾ വിതച്ച വിത്തിന് പവർ ഇല്ലെങ്കിൽ നമുക്ക് സങ്കടാവൂലേ? ആ എന്തോ ആയിപ്പോയതാ. അക്കി ഒന്ന് വളമൊക്കെ ഇട്ടാ ഞങ്ങള് സമയത്തിന് മഴ പെയ്തില്ല. ആ അതാണ് കാലം തെറ്റിയ മഴ, പിന്നെ കാലാവസ്ഥയും വെയിലും. കണ്ടമാനം വെയിലും അടിച്ചു. ആ ഇത് വയലാണെങ്കിലോ ആ അപാര മഞ്ഞളായി. വെയിലാകുമ്പോ അവിടെ പൂളുണ്ടാവില്ലേ? ആ ഞാൻ മാള് ഒരു കുറച്ച് മഞ്ഞൾ എത്തിയിട്ട് ഒരു മെരട് 5 കിലോ കണ്ടു. അത്രയും ഭയങ്കര ഗൈസ്. ഒരു മെരഡിനാണ് പറയുന്നത് 5 കിലോ ഉണ്ടെന്ന്. അപ്പോൾ എത്ര ഉണ്ടാവും? നമുക്ക് ഒരു മെരഡിന് 5 കിലോ ഇല്ല, 100 ഗ്രാം പോലും ഇല്ല. അതാണ് കോമഡി. ഇതാണ്ടോ 3-4 കള്ളി കൊത്തിയിട്ട് കിട്ടിയ മഞ്ഞളാണ്. ഇതെന്തോ മഞ്ഞളായിട്ടും ഇതോ കാണുന്നുണ്ടോ? ഇതൊക്കെ നല്ലോണം ഉണ്ടാകാണല്ലോ. നിങ്ങൾ രാജകുട്ടിയാണ് പറഞ്ഞാൽ ശരിയാ. 5 കിലോ ഉണ്ടാണ്ടിയ മഞ്ഞളാ അത്. ഇത് നോക്കിയേ, എന്റെ കോലം നോക്ക്, പൊന്തുന്നില്ല. ഇത് അങ്ങനെ തന്നെയാ, പൊന്തുന്നില്ല. ഇത് അങ്ങനെ തന്നെ പൊന്താണെങ്കിൽ നമുക്ക് നോക്കാം ഗൈസ്. ഇത് മൊത്തം 2 കള്ളിയും കൂടി ഉണ്ട്. 2 കള്ളിയും കൊത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നോക്കട്ടെ. 2 കള്ളിയും കൊത്തി ഞങ്ങൾ ചാക്കിലാക്കിയിട്ട് എത്ര ഉണ്ട് ഞങ്ങൾ ഏകദേശം നോക്കട്ടെ. അപ്പോൾ ഇവിടെ കൊത്തിയിടുന്നുണ്ട് മഞ്ഞൾ. കൊത്തിയിടട്ടെ. കൊത്തിയിട്ടിട്ട് നമുക്ക് നോക്കാം. മഞ്ഞൾ നന്നാക്കണം കേട്ടോ ഗൈസ്. കണ്ടോ അമ്പൂട്ടാണ് നന്നാക്കുന്നത്. ഇതുവരെ ഒന്നിനും കൂടിയില്ല. അല്ല പുരേ തുടച്ച അരി കേട്ടോ. അല്ല സോറി, തുടച്ച അരിയാ. വാരി തുടച്ചിട്ട് സോറി തുടച്ച് വാരി തുടയ്ക്കുകയും ചെയ്ത് വാരിയൊക്കെ ചെയ്ത് ഇതാ ഒരു പണി എടുക്കാണ്ടത്. അപ്പോൾ വന്നിട്ട് നന്നാക്കുന്നു. നീ നോക്കൊന്നും വേണ്ട. ഈ പുരയിൽ അടിച്ച് വാരി തുടച്ച് അതൊക്കെ ഓക്കെ ശരിയാണ്. കുടുംബശ്രീക്കാരുണ്ട്. വേഗം നന്നാക്കി വേഗം ചാക്കിലാക്കിയാൽ മതി. ഇപ്പോൾ 2 കള്ളിയും കൂടി ഇട്ടു കേട്ടോ കൊത്താൻ. ഇതും കൊത്തി. ഈ 2 കള്ളിയും കൂടി ഉണ്ട്. ഇതൊക്കെ കൊത്തിയിട്ടാണ് ടോട്ടൽ 1 2 3 4 5 6 7 കള്ളി ഉണ്ടായി. 7 കള്ളി മഞ്ഞളുണ്ടായി. പക്ഷേ ഇതിൽ ശരിക്കും നമുക്ക് ഈ പ്രാവശ്യത്തെ വിളവെന്ന് പറയുന്നത് ഒറ്റ കള്ളിയിൽ എങ്ങനെയാണോ വിളവ് കിട്ടുന്നത് ആ ഒരു വിളവ് മാത്രമേ ഉള്ളൂ. മഞ്ഞൾ കാര്യമായിട്ടില്ല പ്രാവശ്യം. എന്താ ചെയ്യുക, ഒറ്റ കള്ളിയുള്ള മഞ്ഞൾ നോക്കി. ഈ ഒരു കള്ളിയുള്ള മഞ്ഞളാണ് ഗൈസ്. ഇതല്ല ഇവിടെ ഉണ്ടാവേണ്ടത്. അത് നേരത്തെ ഞാൻ ഈ കള്ളിയിൽ നിന്ന് എടുത്തിട്ട മഞ്ഞളാണ്. ഒറ്റ കള്ളിയുള്ള മഞ്ഞൾ ഇത് നോക്കി. ഇതിൽ മഞ്ഞൾ ഉണ്ടോ നോക്കിയാലല്ല, ഭണ്ഡാരം കിട്ടിയില്ല പ്രാവശ്യം. നല്ല അതിമനോഹരമായ സ്ഥലം നമ്മളെ നാട്. നല്ല സുഖമാട്ടോ. മണ്ണ് പണിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു വേർപ്പുണ്ടല്ലോ. മീൻസ് നമ്മൾ സാധാരണ ഞങ്ങളൊക്കെ കൂലിപ്പണിക്ക് വന്നതാണ്, കരിങ്കല്ലിൻ്റെ പണിക്കൊന്നും പോകുമ്പോഴല്ല. നമ്മൾ മണ്ണ് ചവിട്ടി നമ്മളൊരു കൃഷി കൊത്തിയെടുക്കുമ്പോൾ വിളവ് എടുക്കുന്ന സമയത്ത് കിട്ടുന്നൊരു വേർപ്പുണ്ട്. അതിനൊരു പ്രത്യേക സുഖം. രമ്പട്ടെ വിളവ് കുറവാണെങ്കിലുള്ള സങ്കടം വേറെ. എന്ത് വീഡിയോ കണ്ടിട്ട് എന്ത് പറഞ്ഞു? നല്ല രസമുണ്ട്. തക്കൂടെ അഭിനയിച്ച സൂപ്പർ അഭിനയമാണല്ലോ. ആൾക്കാർ ഗൈസ് നമ്മുടെ കഴിഞ്ഞ റീൽസിലിട്ട അതിൽ അനിയനായിട്ട് അഭിനയിച്ച തക്കൂടെ കണ്ടിട്ട് ഗൈസ് ഇതാ മഞ്ഞൾ റെഡിയാക്കുന്നു. അവനിപ്പോൾ ഞങ്ങൾ വിളിച്ച് വരുത്തിയ തക്കൂടെ എങ്ങനെയുണ്ട് മഞ്ഞളൊക്കെ റെഡിയാക്കുമ്പോൾ? പറയും ഇങ്ങോട്ട് നോക്കി പറയും. നല്ല രസമുണ്ട് ഗൈസ്. ബാലവേല എഞ്ചോ ബാലവേല ഗൈസ്. ഇവനുണ്ടായിട്ടോ ഇവിടെ ഞങ്ങൾ മഞ്ഞൾ നടുമ്പോൾ അല്ലേ? ഇങ്ങില്ലേ വന്ന് എന്തൊക്കെ ആയി ഇവിടെ ആക്കി? എന്തൊക്കെ ആക്കി? പുല്ല് പറിക്കാനുണ്ടായി. പുല്ല് പറിച്ചാൽ നിങ്ങൾക്ക് പൈസ തന്നീനു? ആദ്യം ഗൈസ്, പിന്നെ കൊടുത്തില്ല. മാമൻ്റെ പണം കേട്ടോ ഗൈസ്. രാജുഭായി അവിടെ. ഇപ്പോൾ ഞങ്ങളിതാ കുറച്ച് മഞ്ഞൾ റെഡിയാക്കി വെച്ചിട്ട് എന്നിട്ട് തന്നെ ആടുന്നു ബാക്കി ചെയ്യുന്നു. ഇപ്പോൾ രാജുഭായി കൊത്താന്ന് പറഞ്ഞു ഞങ്ങൾ മഞ്ഞൾ റെഡിയാക്കാം. ആ കള്ളിയിൽ പിന്നെയും കുഴപ്പമില്ലല്ലേ മഞ്ഞൾ? ആ കള്ളിയിൽ പിന്നെ നല്ല മഞ്ഞൾ കിട്ടുന്നുണ്ട്. ഒരു എനർജി ഉള്ള മഞ്ഞളല്ലേ? മറ്റേക്ക് ഒരു വാടിക്കുഴഞ്ഞ മഞ്ഞൾ. അതൊക്കെ മഞ്ഞളാ ഉണ്ടോ? ഒരു കൊത്തുന്നുണ്ട്. കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനത്തെ മഞ്ഞൾ അങ്ങനത്തെ കിട്ടണം വിത്തിന് വെക്കാൻ. എനർജി ഉള്ള നന്നാക്കട്ടെ കേസ്. ചില്ലറ പണിയൊന്നും നിങ്ങൾ പിന്നെ തോനെ ആളുണ്ടാകും കൊണ്ട് വേഗം പരിപാടി കഴിക്കാനുള്ള പ്ലാനിങ്ങാണ്. നന്നാക്കിയിട്ട് വേഗം ചാക്കിലാക്കാം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത് മഞ്ഞൾ പൊയ്യുന്നതും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അല്ലേ?
ചില ഭാഗത്ത് ചിലപ്പോൾ മണ്ണിൻ്റെ ഇതായിരിക്കും. കണ്ടോ പൈസ ഇത് നല്ല മഞ്ഞളാണ് കണ്ടോ, മോശമില്ലാത്ത മഞ്ഞൾ. ഇപ്പം കൊത്തിയാലൊക്കെ നല്ല മോശമില്ലാത്ത മഞ്ഞളാണ്. അത് പറഞ്ഞോ റെഡിയാ. ഒക്കെ വിൽക്കുന്ന നല്ല മഞ്ഞളാണ്. ചില കള്ളിയിലാണ് മോശം മഞ്ഞൾ. അല്ല നമുക്ക് 2 കള്ളിയിൽ നല്ല മഞ്ഞൾ കിട്ടിയാൽ കഴിച്ചിലാവും. ഞങ്ങളിതാ മഞ്ഞൾ റെഡിയാക്കട്ടെ. ഇതൊക്കെ ഒന്ന് അതിൻ്റെ ഇലയൊക്കെ പൊക്കിയിട്ടൊന്ന് റെഡിയാക്കാണ്ട്. തക്കൂടെ നല്ല പണിയിലാണ്, ചിഞ്ചൂട്ട നല്ല പണിയിലാണ്. ചാക്കിലാക്കണോ. അപ്പോൾ ഇതാണ് പീസ്. കുഞ്ഞാണിതാ ചാക്കായിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ ആൾക്കാർ കൂടിയിട്ടോ. അശ്യം വന്ന് തക്കൂടു, ചിഞ്ചൂട്ടൻ, രാജൻകുട്ടിയേട്ടൻ എല്ലാവരും ഉണ്ട്. നമ്മളിതാ മഞ്ഞൾ ഒരു കള്ളിയിൽ ഒറ്റ കള്ളിയിൽ നിന്ന് കിട്ടിയ മഞ്ഞൾ. അത് നല്ല കുഴപ്പമില്ല കേട്ടോ. ഒരു ചാക്കായി. ഇത് ഇപ്പോൾ 2-3 കള്ളിയിലെ മഞ്ഞളാണ്. ബാക്കി ഇതാ ഒരു കള്ളിയിൽ നിന്ന് കിട്ടുന്ന മഞ്ഞളാട്ടത്. ഇനി ഒറ്റ കള്ളിയും കൂടി രാജകുട്ടിയേട്ടൻ കുത്തുന്നുണ്ട്. ചാക്ക് കൊള്ളായിട്ട് നമ്മൾ ഒന്നും കൂടി കുഞ്ഞിനോട് എടുക്കാൻ പറഞ്ഞതാ. തക്കൂടോ പെറുക്കിട്. ഇതാ മഞ്ഞളാ പെറുക്കിയിടുന്ന ഫുള്ള് പെറുക്കിയിട്ട് അങ്ങനെ കേസ്. ഞാനും കൊത്തി. അല്ല ഞാനും ഉണ്ടാക്കി. ആര് തന്ന്? വയനാട് ഇവിടെ പേര് സർമേമേ. ആർക്ക് കൊടുത്ത്? അച്ഛനോട് കൊടുത്തപ്പം മൂപ്പ എനിക്കും കുറച്ച് തന്ന് ഒരു കള്ളിയുടെ. ആ കള്ളി നട്ട അതിൻ്റെ അടുത്ത കൊല്ലം ഞാനൊരു കള്ളി നട്ടുണ്ടല്ലോ. ഗംഭീര സാധനം. ഉണ്ണിയേട്ടൻ പറഞ്ഞ അച്ഛൻ കൊടുത്ത വിത്തിൽ നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം തീരെ അല്ലല്ലേ. അത് ചിലപ്പം കാലാവസ്ഥ ഉണ്ടാക്കി. ഇതൊന്നും സാധനമല്ല. അത് ഞാനൊരു കള്ളി കൊത്തിയാൽ കിട്ടിയിട്ട് ഇത്ര. അത് സംഭവം അതാ ഞങ്ങൾ ഇതുവരെ പറഞ്ഞു. ഒരു കള്ളി കൊത്തിയാൽ കിട്ടേണ്ട മഞ്ഞളാണ് ഇപ്പം നമുക്ക് കിട്ടാത്തല്ലേ രാജുട്ടിയേട്ടാ. കാലാവസ്ഥേൻ്റെ പ്രശ്നം. അത്രയും ഭാഗം കൊത്തിയിട്ട് നമുക്ക് കിട്ടിയതാ. അത് ഞങ്ങളിപ്പം പറഞ്ഞു. അയ്യോ ചിരിയോ. എനിക്കറിയില്ല ഈ വീട്ടിലൊന്ന് വന്ന് നോക്കും. ഇപ്പൊ കണ്ണെന്ന് വെള്ളം. ഗൈസ് രാജൻകുട്ടിയുടെ നമ്മളെ മഞ്ഞളും കൊണ്ടിച്ച് പോകുന്ന ഒരു ചാക്ക് ചെഞ്ചു കൊടുക്കും, ഒരു ചാക്ക് ഞാനും കൊടുക്കും. പാടുന്ന ഇതാ കുഞ്ഞോനും തക്കുടും എടുക്കും. ഉണ്ണിയേട്ടാണ് അവിടെ ഇരിക്കുന്നത്. തക്കുടോ അങ്ങനെ അരിവാട് അങ്ങോട്ട് എടുത്തോ. ഞങ്ങളിതാ ഇതെടുത്ത് പോവാണ്. പുരയിലാക്കിയിട്ട് കൊണ്ടുവരണം. ഗൈസ് അപ്പോൾ നമ്മളിതാ എല്ലാം ഇവിടെ കൊണ്ടുവച്ച് ഇട്ടിട്ടുണ്ട് വീടിൻ്റെ ബാക്കിൽ. അപ്പോൾ നമുക്ക് ഇനിയൊരു ഉത്സവത്തിനും കൂടി പോകാനുണ്ട്. അതും കൂടി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം. എന്നിട്ട് നമ്മുടെ വീഡിയോ നമ്മൾ എൻഡ് ചെയ്യുന്ന കേട്ടോ. നമ്മളെ കൂടെ പണിയെടുത്ത് നമ്മൾ 12 മണിക്ക് വേണ്ടായി. നമ്മളെ സിനിമ പറയുമ്പോൾ ആക്ഷൻ ഹീറോ ബിജുവിൽ പറയും പോലെ ഞങ്ങൾ 12 പണിക്കാരാണ്. അവനോട് താട്ടക്കാരനാണ്. ഞങ്ങൾ ചിലർ പറയും കോമരം വെളിച്ചപ്പാടെന്ന് പറയും. ഞങ്ങൾ ആട്ടക്കാരെന്ന് പറയാം. ബ്രദറും ആട്ടക്കാരനാണ്. ഞങ്ങൾ തറവാട്ടിലൊക്കെ നമ്മൾ ആട്ടം ആടുന്ന കോമരം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ട് താലപ്പൊലിയുണ്ട്. അതിൻ്റെ നേരെ മുന്നേ നമ്മൾ ചെയ്യുന്ന അതുകൊണ്ട് എത്ര വിളിച്ചോ. ബാക്കി വിശേഷങ്ങൾക്ക് കാണാം. കൂടെ കുടിക്കും ഗൈസ്. താലപ്പൊലി കേട്ടോ. അത് കണ്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോകും. ഗൈസ് താലപ്പൊലി അമ്പലത്തിൽ എത്തുമ്പോൾ ലേറ്റാവും. നമ്മളെന്ത് ചെയ്തു അമ്പലത്തിലേക്ക് വാങ്ങിച്ച് ഫുള്ള് കുറച്ച് ലോങ് നടക്കാണ്ട് ഫുള്ള് ലൈറ്റ് ഇട്ട് ഭയങ്കര വൈബാക്കിയിട്ടുണ്ട്. ടയറ്
ഇവിടുത്തെ കമ്മിറ്റിക്കാർ ചിഞ്ചൂട്ട നടക്കുന്നു. അത്യാവശ്യം തിരക്കുണ്ട്. താലപ്പൊലിയൊക്കെ എത്തിയിട്ടൊക്കെ ആൾക്കാർ വരും. എന്തായാലും ഇതാ വീടിൻ്റെ അടുത്തൊക്കെ താലവും വിളക്കൊക്കെ കത്തിച്ചതാ ഫുള്ള് സെറ്റാക്കുന്നുണ്ട്. എല്ലായിടത്തും നിന്നിട്ടേ വരും. ഞങ്ങളിതാ അമ്പലത്തിൽ പോവാം. അത്യാവശ്യം ക്രൗഡുണ്ട്, കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ രണ്ടാമത്തെ ഉത്സവം അല്ലേടാ? രണ്ടാമത്തെ ഉത്സവം കേട്ടോ ഈ വർഷത്തെ. അപ്പം അങ്ങനെയാണ് പീസ്. ആരൊക്കെ ഇങ്ങനെ ടാറ്റൊക്കെ തരുന്നുണ്ട്. ഞങ്ങളത് മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. ഞങ്ങളിങ്ങനെ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. ഞാൻ നല്ല ചൈ ഉണ്ടോ? എന്താ മോളെ പേര് പറ. ഗൈസ് ഞങ്ങൾ തൃശ്ശൂർക്കാരാണെന്ന് പറഞ്ഞിട്ടോ ഇവിടെ ഇന്ന് പരിചയപ്പെട്ടാണ്. സ്വന്തം നാട്ടുകാരായിട്ട് കോഴിക്കോട് ജില്ലക്കാരായിട്ട് ഇവർ കണ്ടിട്ടില്ല. തൃശ്ശൂരാണോന്ന് ചോദിച്ചിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അല്ല കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഡാൻസ് വീഡിയോ ആണോ? ഞങ്ങൾ ഡാൻസ് തീരെ അറിയാത്ത വ്യക്തികളാണ്. പക്ഷെ ഞങ്ങൾ ഡാൻസ് കളിക്കാറുണ്ട്. നമുക്ക് എല്ലാ ഐറ്റംസ് പോകും. നമുക്ക് ഞങ്ങൾ ഏത് എടുത്തു അറിയത്തൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഡാൻസ് ചെയ്യാറുണ്ട്. ഇവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. നല്ല ഇവിടെ ടീംസ് ഉണ്ട്. ഒരു ആര്യ സൂര്യ എന്തോ പോലെ പേര്. ഇവിടുന്ന് കഴിഞ്ഞ വർഷം വരും. കുറച്ച് മുന്നോട്ട് പോയിട്ടാണ് ടീംസ് ഉണ്ട്. ഞങ്ങളെ ഗേൾസ് പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ തൊട്ടടുത്തുള്ള ജോർ കോളേജ് ഉണ്ട്, അറിയോ? ആര്യ സൂര്യ. ആര്യ സൂര്യ അറിയില്ല. ഇവിടെ എന്നിട്ട് സുഖം.
വീട്ടിൽ വന്നാട്ടോ ഇവർ ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങൾ എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങളോട് പിണങ്ങി കൈസ് ഈ മോള് പിണങ്ങി കൈസ് ഞങ്ങളെടുത്താ ജാടല്ല കൈസ് ഞങ്ങൾ അങ്ങനെ ജാടാന്ന് പറയാം. ആൾക്കാർ കാണൂലേ നല്ല മക്കളാണ് പറയില്ലേ. 2 ചേട്ടന്മാർ നല്ലതാണ്. കോഴികളല്ല പൊതുവെ ആൾക്കാർ പറയും ഞങ്ങൾ കോഴികളാണ്. കണ്ടില്ല കണ്ടില്ല നീ എവിടുന്ന കണ്ടാട് കിടക്കും. ഞങ്ങൾ വണ്ടിയിൽ പോവാണോ? ആ എന്നാ ഞാൻ മാല വാങ്ങിക്കാൻ പോയ സമയത്ത്. ഓക്കെ ഓക്കെ പേര് പറ ഒരാള് പറ ഇങ്ങോട്ട് നോക്കി പറ. ടാറ്റ ഗൈസ്. ഓ അപ്പോൾ ഗൈസ് സന്തോഷം. ഇതാണ് നമ്മുടെ സന്തോഷം ഗൈസ്. അപ്പോൾ ഞങ്ങൾ മെല്ലെ ഇറങ്ങിയിട്ടോ. കുറച്ച് ലേറ്റായി കാരണം ഒരുപാട് വീഡിയോസ് എടുക്കണമെന്നൊക്കെ പ്ലാനിങ്. പക്ഷേ ഞങ്ങളെ സംസാരം കേട്ട് ഒരുപാട് ആൾക്കാർ വന്ന് സംസാരിച്ചു. എല്ലാം അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ കിട്ടിയില്ല. കാരണം ഞങ്ങൾ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഞങ്ങൾ എല്ലാവരോടും സംസാരിക്കാനാണ് താല്പര്യം. അപ്പോൾ അത് ഞങ്ങൾ കൂടുതൽ എന്താ പറയുക ചിന്തിച്ചു. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് കൂടുതൽ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തെത്താനായി. അപ്പം ഗൈസ് ഇവിടുന്ന് പറയാം. അപ്പം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവരോടും താങ്ക് യു, ലവ് യു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വണ്ടി കണ്ടില്ല അപ്പോൾ വണ്ടീൻ്റെ അടുത്തിട്ട്. അപ്പോൾ ലവ് യു ഗോയ്സ്. കൂടെ കുടിക്കും. ടാറ്റ ബൈ.